നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേര് ഇപ്പം എൻ്റെ വീഡിയോസിൻ്റെ താഴെ ആയിരുന്നാലും അല്ലാതെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടും മേഘയ്ക്കായിരുന്നാലും മേഘയുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് മേഘയുടെ അച്ഛൻ എവിടെ എന്നുള്ള സംഭവം. അന്നൊന്നും നമുക്ക് പറയാനായിട്ട് മേഘയ്ക്കും മടിയായിരുന്നു, എനിക്കും മനഃപൂർവ്വം പറഞ്ഞില്ല. പറയാനായിട്ട് ഒരുപാട് കാര്യമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം 28-ാം തീയതി മേഘയുടെ ഫാദർ മരണപ്പെട്ടു. വയ്യാണ്ട് കിടക്കുകയായിരുന്നു. ഈ വയ്യാണ്ട് കിടക്കായിരുന്നു എന്നുള്ള സംഭവം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വരുത്തി വെച്ച വിന എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വലിയ വിഷമമായ സംഭവം എന്ന് പറഞ്ഞാൽ മേഘയുടെ ഈ ഒരു സാഹചര്യത്തിൽ മേഘയുടെ ഫാദർ മരണപ്പെട്ടു എന്നുള്ള സംഭവമാണ്. കാരണം എവിടെ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിച്ചു. പിന്നെ 2-3 ദിവസം ഡൗണും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അവിടെ 2-3 ദിവസം ഞാൻ ഒരു 3-4 ദിവസം മാത്രമേ വീട്ടിൽ നിർത്തിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. കാരണം അവിടെ നിന്ന് എപ്പോഴും വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് അപ്പോൾ ബാക്കി മേഘ പറയും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം അടിക്കുമായിരുന്നു. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഭയങ്കര കാര്യ സ്നേഹമൊക്കെയാണ്. അപ്പം നമ്മൾ നോർമലി അടിക്കുന്ന പോലെയല്ല, അതായത് കണ്ടിന്യൂസ് ആയിരിക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ അങ്ങനെ ആയിരിക്കും. അപ്പം ഏകദേശം ഒരു മാസം 2 മാസമൊക്കെ നീണ്ടു പോകും. അവസാനം കുടിച്ച് നമുക്ക് വയ്യാണ്ടാവുമല്ലോ, അപ്പം പപ്പ നിർത്തിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എൻ്റെ അമ്മ നേഴ്സാണ്, അപ്പം അമ്മ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെയും ശരിയായി വരും, കുറച്ച് നാൾ കുടിക്കൂല, പിന്നെയും കുടിക്കും, അങ്ങനെയാണ്. അപ്പം നമ്മളിത് നേരത്തെ പറയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പപ്പ ഏതായാലും നമ്മൾ വീഡിയോസൊക്കെ കാണും. അപ്പം ഇപ്പം പപ്പ എന്ന് വെച്ചാൽ കുടിക്കും, നന്നായിട്ട് സ്നേഹത്തോടിരിക്കും, സ്നേഹത്തോടിരിക്കും, അങ്ങനത്തെ ഒരാളാണ്. അപ്പം പപ്പ അങ്ങനെ ഇരിക്കുമ്പം ഞാനിപ്പോൾ പപ്പേനെ കുറിച്ചൊരു നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയുമ്പം പപ്പ കുടിക്കും എന്നൊക്കെ പറയും, പപ്പയ്ക്ക് അതൊരു വിഷമാവും. അപ്പം പപ്പ പിന്നെ അത് കാണുമല്ലോ വീഡിയോസ്, അപ്പോൾ ഒരു വിഷമാവും. പിന്നെ എനിക്കും പറയണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഡി അഡിക്ഷൻ സെന്ററിലും കാര്യങ്ങളിലായിരുന്നു ഒരുപാട് വട്ടം. അപ്പോൾ അറിയാലോ, അത് അവിടുത്തെ ടാബ്ലറ്റും കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പലതരം പ്രശ്നം ഇവളുടെ ഫാമിലി ലൈഫിൽ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവളുടെ, എനിക്ക് തോന്നുന്നു നല്ല പ്രായം തൊട്ട് ഇവര് സമാധാനം എന്നുള്ള സാധനം കണ്ടിട്ടില്ല. അതാണ് വേറൊരു കാര്യം. ഇപ്പം ഞാൻ പറയുന്നത്, മേഘയുടെ അമ്മയുടെ സ്ഥാനത്ത് വേറെ ഏതൊരു സ്ത്രീ ആയിരുന്നാലും ഒരിക്കലും ഇപ്പം മേഘയുടെ ഫാദറിനെ ട്രീറ്റ് ചെയ്ത പോലെ ആരും നോക്കത്തില്ല. അതിൽ ആൻറ്റിയെ സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ച് പോയിട്ടുണ്ട്, അയ്യോ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ എന്തെങ്കിലും ഞാൻ ചെയ്തേനെ എന്നുള്ള സംഭവം. കാരണം അത്രയ്ക്ക് നമ്മൾ ഈ വാക്കുകൊണ്ട് പറഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അത്രയ്ക്കും ഒരു പ്രശ്നമാണ്. കാരണം ഈ മദ്യപാനമൊക്കെ നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ് ആവശ്യത്തിന്. ഇതൊക്കെ അമിതമായി നമ്മളെ കൈവിട്ട് പോയി ഒരു വീടിന്റെ സമാധാനം ഫുള്ള് കളയുക. ഇവളെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു സർജറി കഴിഞ്ഞതാണ്. എന്തിന്റെ ആയിരുന്നു അത്? അനൂറിസം വന്നിട്ട് ഒരു സർജറി കഴിഞ്ഞിട്ട് ബ്രെയിനില് വെയിൻ പൊട്ടിയിട്ട് ഒരു സർജറി കഴിഞ്ഞാണ്. അപ്പം അമ്മയ്ക്ക് ഇത്ര മണിക്കൂർ ഉറങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ സ്ഥാനത്തിൽ അറിയാലോ, കുടിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റൂല. അത് കൊച്ചിലോട്ട് നമുക്ക് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത്ര എന്നിട്ടും ആന്റി ഇത്രയും എല്ലാ പ്രശ്നം ഓരോ അസുഖങ്ങൾ വരും. അതായത് വെള്ളം അടിച്ചിട്ട് കിഡ്നിയിൽ വെള്ളം കെട്ടുക, കരളില് ലിവറിൽ വെള്ളം കെട്ടി. ഇപ്പൊ ലിവർ സിറോസിസ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 8 years ആവും തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച ലിവർ സിറോസിസ് ഒക്കെ വന്നേയില്ല, അപ്പൊ ഇനി കുടി നിർത്തും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. അല്ല, ലാസ്റ്റ് ഡോക്ടർ പോയ സമയത്തും പറഞ്ഞു കുടിക്കരുത് അങ്ങനെയൊക്കെ സംഭവം. എന്നാലും കേൾക്കത്തില്ല. ഏറ്റവും അതായത് ഭയങ്കര ഇതായിട്ട് വന്നത്, സിവിയർ ആയിട്ട് വന്നത് ഒരു 1 year മുന്നേ ഒരു സർജറി ഉണ്ടായിരുന്നു. ആ സമയത്ത് കുടിച്ചിട്ട് ഹെർണിയം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യാനൊക്കെ അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഹെർണിയയുടെ സർജറി ആയിരുന്നു അത്. അപ്പൊ അത് തന്നെ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അപ്പം നമ്മൾ ഫോമൊക്കെ ഇട്ട് സൈനിട്ട് വാങ്ങിയിട്ടൊക്കെയാണ് സർജറി ചെയ്തത്. അപ്പം ഭാഗ്യം പോലെ അതിൽ നിന്ന് റിക്കവറായിട്ട് നല്ല ബെറ്ററായി. എന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റൊക്കെ ഫുഡ് കറക്റ്റായിട്ട് അമ്മ കൊടുക്കും, അമ്മ അതുപോലെ കെയർ ചെയ്യുമായിരുന്നു. അപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഒരു 2023 നല്ല ആക്റ്റീവ് ആയിരുന്നു, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഫോട്ടോസ് ഒക്കെ ആയാലും അപ്പൊ 23 ഫോട്ടോസാണ്. അതുപോലെ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ ആയിരുന്നു. നമ്മുടെ കല്യാണത്തിന് പോലും ഇവളുടെ അച്ഛനെ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഡി അഡിക്ഷൻ സെന്ററിൽ ഇറക്കി ഒരു 3-4 വട്ടം നമ്മള് ഇറക്കി കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇറക്കുകയും ചെയ്തു. പക്ഷെ പിന്നെയും അപ്പൊ കുടിച്ചിട്ട് ഭയങ്കര പ്രശ്നവും എന്നുവെച്ചാൽ അതായത് നോർമൽ അല്ല. അപ്പൊ പിന്നെ നമുക്ക് അത്ര ഒരു ഇതായി പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറക്കി. പിന്നെ ആയപ്പോഴത്തേക്കും അപ്പൊ കുടിയൊക്കെ നിർത്തി. ഓൾമോസ്റ്റ് കുറെ മാസം കുടിച്ചില്ല. ഭയങ്കര കാര്യമായിരുന്നു. കുടിക്കാതിരിക്കുമ്പം ഇതുപോലെ നല്ലൊരു മനുഷ്യ വേറെ ഇല്ല.
അതാണ് സംഭവം. കാരണം നമുക്ക് തന്നെ അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഇനിയിപ്പം എന്തായാലും വേറെ ഒന്നും ഉണ്ടാവത്തില്ല, കുടിക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പം അവളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. പിന്നെ മേഘയുടെ ഫാദറായിട്ട് അധികം ഞാൻ സംസാരിക്കാറില്ല. കാരണം ഇങ്ങനത്തെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. പിന്നെ ലാസ്റ്റ് പിന്നെ ഒതുങ്ങി നടക്കുമ്പോഴൊക്കെ ഞാൻ അല്ല നമ്മൾ തന്നെ കണ്ട കാര്യമൊക്കെ തന്നെ സംസാരിക്കും. വലിയ കാര്യമാണ്. നമ്മള് ക്രിസ്മസിനൊക്കെ ഇവിടെ വെച്ചപ്പോ ആ ഒരൊറ്റ വീഡിയോയിലാണ് അങ്കിള് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് 2023 ആ സമയത്തൊക്കെ വലിയ കുഴപ്പമില്ലാതെ. അപ്പൊ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യും, വീണ്ടും വെള്ളം അടിച്ച് തന്നെ പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊക്കെ. പണ്ടോട്ടെ അങ്ങനെയാണ്. വെള്ളം അടിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഏതായാലും വെള്ളം അടിക്കും. കാരണം പപ്പേനെ കൂടെ അത് പറ്റൂല നിർത്താൻ. നമുക്ക് തന്നെ അറിയാം. ഒരുപാട് വട്ടം നമ്മള് പല ഭാഷയിലും പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷെ കേൾക്കൂല. എന്ന് വെച്ചാൽ ഈ കുടിച്ചിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണെങ്കിൽ, അതായത് കുടിയായിട്ട് നടന്ന് നമ്മള് ഇതൊന്നും ഇല്ലാതെ, അതായത് എപ്പോഴും കുടിച്ചിട്ട് നമ്മളടുത്തൊരു സ്നേഹവും കാര്യവും ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ നമുക്കത് വലിയ ഒരു ഇതല്ല, നമുക്കത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പപ്പ കുടിച്ച് കഴിഞ്ഞിട്ട്, കുടി നിർത്തിയിട്ട് പിന്നെ ഭയങ്കര സ്നേഹത്തോടെ നമ്മുടെ കൂടെ വരും. അമ്മയടുത്തായാലും ഭയങ്കര കാര്യത്തോടെ സ്നേഹത്തോടെയും വരും. അപ്പം അങ്ങനെ സ്നേഹത്തോടെയും കൂടി ഇരിക്കുന്ന ഒരാളാണ്. കുടിക്കും കാര്യമാണ് എങ്കിലും അത് കഴിഞ്ഞ് സ്നേഹത്തോടെ ഇരിക്കും. അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റൂല. പണ്ട് കുറേ വർഷം പുറത്തായിരുന്നു, സൗദിയിലായിരുന്നു. മലേഷ്യ, സൗദി അങ്ങനെയൊക്കെ മാറി മാറി നിന്നിട്ടുണ്ട്. കുറേ വട്ടം സൗദിയിലായിരുന്നു കുറേ വർഷം. അപ്പൊ ഞങ്ങള് കൊച്ചിയിൽ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ വന്നിട്ടൊരു 10 വർഷം, നമ്മള് റിലേഷൻ ആയിട്ട് ഒരു 10 വർഷം ആവുമല്ലോ. ഞങ്ങള് റിലേഷനായ സമയത്താണ് എല്ലാം നിർത്തി പപ്പ വന്നത്. ഒരു 10 വർഷം അപ്പോഴാണ് വന്നത്. അതുവരെയും പുറത്തായിരുന്നു. അപ്പോഴൊക്കെ കുടിക്കുമെങ്കിലും വലിയ ഇതല്ല, കാരണം നമ്മൾ വീട്ടിലല്ലല്ലോ. അപ്പൊ പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോഴും നാട്ടിലും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു വലിയ കുറേ പെട്ടികളുണ്ടാണ് വരണം. ഇപ്പൊ നമ്മൾ അറിയുന്നുള്ള എല്ലാവർക്കും അറിയാം. വലിയ പെട്ടിയിൽ കൊണ്ടുവരാത്തൊന്നുമില്ല. വാച്ച്, മൊബൈൽ, അത് ഇതെല്ലാം നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും കൊണ്ടുവരും. അപ്പം പാവമാണ് പുള്ളി. എല്ലാരെയും ഭയങ്കര ഒരു ഓവർ സഹായിക്കൽ മെന്റാലിറ്റി ഉള്ള ആളാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കുടിക്കാത്ത സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാം വാങ്ങിയും എല്ലാം ചെയ്യും, സ്നേഹത്തോടെ ഇരിക്കും, എല്ലാം ചെയ്തൊക്കെ തരുമായിരുന്നു. കുടി മാത്രമാണ് ആകെ പപ്പയ്ക്കുള്ള പ്രശ്നം. കുടിയാണ് ഭയങ്കര പ്രശ്നം. കാരണം ഇടയ്ക്ക് ഇവര് അവസാനം വീട് മാറി, അവിടെ വേറൊരു സ്ഥലത്തോട്ട് വീട് മാറി, അവിടെ ഒക്കെ ആയിരുന്നു വീട്. ഭയങ്കര പ്രശ്നമായിരുന്നു. വീട്ടിലും അപ്പച്ചന്റെ അമ്മയുടെ അച്ഛൻ, ഞങ്ങള് അമ്മ, ഞാൻ, അച്ഛൻ, അനിയത്തി, എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയാണ് താമസിക്കുന്നത്. അപ്പൊ എപ്പോഴും അമ്മയുടെ അച്ഛനും അമ്മയായിട്ടാണ് കൂടുതലും വഴക്ക്. എപ്പോഴും അവരുമായിട്ട് വഴക്കാണ്. അപ്പൊ അതുകൊണ്ട് അവര് സെപ്പറേറ്റ് മാറി. പിന്നെ ഏറ്റവും അവസാനം ഇത് ലാസ്റ്റ് ഒട്ടും വയ്യ, ഡോക്ടർ പറഞ്ഞു ഇത് സീനാണ്, ഇനി ഒന്നും ചെയ്യല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആയി. അപ്പൊ കുടിയൊക്കെ നിർത്തി അപ്പച്ചൻ്റെ അമ്മമ്മയുടെയും കൂടെ നിക്കാന്നൊക്കെ പറഞ്ഞ് അവരെല്ലാരും ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നല്ലോ. അപ്പം എല്ലാരും ഒരുമിച്ചായിരുന്നു, ഹാപ്പി ആയിട്ടൊക്കെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. വേറെ വീടൊക്കെ വാങ്ങി, വേറെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പപ്പയുടെ വീട് ഞങ്ങളുടെ ഈ വീടിന്റെ അടുത്താണ്. അപ്പൊ അത് വാടകയ്ക്ക് കൊടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ വേറെ വീട്ടിലോട്ട് അവര് താമസം മാറിയത്. അപ്പോഴും ഞാനിപ്പോ കഴിഞ്ഞ വർഷം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആയാലും പപ്പ എനിക്ക് ചോറൊക്കെ കെട്ടിത്തരുമായിരുന്നു. ആ സമയത്ത് കുടിച്ച് വയ്യാണ്ടായി റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റൂലല്ലോ. അപ്പൊ വീട്ടിൽ തന്നെ കാണും. അപ്പൊ അമ്മ ജോലിക്ക് പോകും, പപ്പ വീട്ടിൽ ഇരിക്കും. ആ സമയത്ത് പപ്പ ഇതുപോലെ ചോറൊക്കെ കെട്ടി, അതായത് എനിക്ക് വേണ്ടി മാത്രം, അവരെ രണ്ടുപേരും കഴിക്കണ സാധനങ്ങളൊന്നും അല്ല, പക്ഷെ എനിക്ക് വേണ്ടി മാത്രം ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് എല്ലാം കെട്ടി എനിക്ക് പാക്ക് ചെയ്ത് ടെക്നോ പാർക്കിൽ തന്നു വിടും. അപ്പം എൻ്റെ വീടിന്റെ അടുത്താണല്ലോ പപ്പയുടെ അവരെ വീടും. അപ്പോൾ അതായത് ഈ വീടിന്റെ അടുത്താണ് അതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ആരെങ്കിലും വിട്ട് ചോറ് വാങ്ങിപ്പിച്ച്, അപ്പൊ എന്നും വിളിക്കും, എന്നും പോയിട്ട് വിളിക്കണം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിക്കും എപ്പോഴും. അപ്പം എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് എനിക്ക് ഫുഡ് പോയ്സൺ പോലെ ഇടയ്ക്ക് ഒരു സീൻ വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ചോറ്, മുട്ട, വെണ്ണയ്ക്ക എന്നൊക്കെ പറഞ്ഞ എല്ലാം എനിക്ക് ഇഷ്ടമുള്ള എല്ലാം അപ്പ ചെയ്തു തരുമായിരുന്നു. അപ്പം പുള്ളിക്ക് അതായത് എന്താണ് ഒരു കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുടിച്ചിട്ട് നേരെ നമ്മളെ നോക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പിന്നെ ഇപ്പം ഗൾഫിൽ നിന്ന സമയത്ത് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പം ലാസ്റ്റ് ആയപ്പോ ഒന്നും ഇല്ല കയ്യിൽ. അപ്പം പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുഡ് ഉണ്ടാക്കി തന്നും ഒക്കെ ചെയ്യുമായിരുന്നു എനിക്ക്. അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പം മനസ്സിലായി ഭയങ്കര സീരിയസ്. ലാസ്റ്റ് ടൈം നമ്മൾ സ്കാനിങ്ങിന്റെ അന്നായിരുന്നു. അളച്ച അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഏകദേശം നല്ലൊരു പൈസ അങ്കിളിന് വേണ്ടി നല്ല രീതിക്ക് ചെലവായി. കാരണം കോസ്മോ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പൊ വേറെ ഇവര് ഇപ്പം പുള്ളിയുടെ അമ്മ ഇപ്പോഴും ഉണ്ട്. ആരും തിരിഞ്ഞു നോക്കൂല. ആന്റിയാണ്, ഇവളെ അമ്മയാണ് മെയിൻ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. ആന്റിയെ സമ്മതിച്ചു കൊടുക്കണം. എത്ര കുടിച്ചിട്ട് വന്ന്
ഇത് പറഞ്ഞാല് അമ്മ പിന്നെയും പപ്പ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റണം എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കണം. കാരണം ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ വാക്കുകൊണ്ട് പറയുന്നതിനെക്കാട്ടിലും അപ്പുറമാണ് ഈ ഒരു പരിപാടി. ലൈക്ക് നമ്മുടെ ഈ വെള്ളം സിനിമയിലെ മറ്റേ പുള്ളിയില്ലേ, അപ്പൊ അത് വെറും അതൊരു കുറച്ചാണ്, അതിന്റെ കുറച്ചും കൂടി എക്സ്ട്രീം ആണ് സംഭവം. അപ്പൊ പിന്നെ അവസാന നിമിഷമായപ്പോഴത്തേക്കും വയ്യാണ്ടായി, നല്ല സീരിയസ് ആയിരുന്നു, നല്ല രീതിക്ക് വെള്ളം കെട്ടി, പിന്നെ കിഡ്നിയൊക്കെ ഏകദേശം എന്തോ ഫെയിൽ, എല്ലാം പോയി. അങ്ങനെ വീട്ടിൽ കിടക്കുകയായിരുന്നു. രാവിലെ നമ്മള് മലേഷ്യയിൽ ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ വിളിച്ചു ചോദിച്ചു. ആ സമയത്ത് മിണ്ടുമായിരുന്നു, അല്ല ഭയങ്കര കാര്യമായിരുന്നു. അപ്പം നമ്മളിടയ്ക്ക് പോവായിരുന്നു വീട്ടില്. അപ്പം പപ്പ മലേഷ്യയിലായിരുന്നല്ലോ പണ്ട്. അപ്പൊ പപ്പ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് സംസാരിച്ച്, കുറെ നേരം സംസാരിച്ച്. അവിടെ അങ്ങനെയാണ്, അത് നോക്കണം, ഇവിടുത്തെ ഫുഡ് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു പപ്പ കുറെയൊക്കെ പറഞ്ഞു. അപ്പം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മലേഷ്യ വ്ളോഗ് ഇറക്കിയത് എനിക്ക് തോന്നുന്നു 27 ആണ്, എന്തോ ആണ് ഇട്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ തലേ ദിവസമാണ് പപ്പ ഇതുപോലെ അതായത് മരിക്കണേന്റെ തലേ ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ വ്ളോഗൊക്കെ കണ്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പൊ ഒന്നേ ഉള്ളോ ബാക്കി ഇല്ലേന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടോ അപ്പ, ഇനി ഉണ്ട്, ബാക്കി ഡേ 2ഉം 3ഉം ഒക്കെ ഉണ്ട്, അതിന് വരും, അപ്പം ഇടുമ്പോ കണ്ടാ മതിന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ശരി കാണാം. അപ്പൊ എന്നിട്ട് പപ്പയ്ക്ക് ലാസ്റ്റ് ഒക്കെ ആയപ്പോ ഫുഡ് കഴിക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. അപ്പൊ ഈ ലാസ്റ്റ് ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അനിയത്തി ഇടയ്ക്ക് ഇങ്ങ് വരണമുണ്ട്, ഞാൻ അവളുടെ ഇങ്ങനെ കരിക്ക് വാങ്ങി കൊടുത്തു വിടും. അപ്പൊ ഇങ്ങനെ വിളിക്കും, എനിക്കൊന്നും കഴിക്കാൻ വയ്യ, ഭയങ്കര ചുമയാണ്, എനിക്കൊന്നും കഴിക്കാൻ വയ്യ, അപ്പൊ എനിക്കൊരു കരിക്ക് വാങ്ങി കൊടുത്തു വിടുമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് 2 കരിക്ക് വാങ്ങി ഞാൻ കൊടുത്തു വിടും. അപ്പൊ ഇങ്ങനെ എന്നും വിളിക്കും, ആ കരിക്ക് കിട്ടിയേട്ടാ, കഴിച്ചപ്പോ ഒരു ആശ്വാസമായി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ ലാസ്റ്റ് മരിക്കണതിന്റെ തലേ ദിവസം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ചിക്കൻ എന്തുവാണ് വെച്ചത്, ഉച്ചയ്ക്ക് കഴിച്ച്, രാത്രി കഞ്ഞി കുടിച്ച്, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കര ചുമയായിരുന്നു. അങ്ങനെ രാത്രി തന്നെ അമ്മ എന്തോ വെള്ളം കുത്തിയെടുത്ത് അങ്ങനെ കുറച്ചൊക്കെ പോയി. അപ്പം കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ട് തൊട്ടടുത്ത ദിവസം ഇതുപോലെ രാവിലെ വയ്യ, ഭയങ്കര വെപ്രാളം, ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ അമ്മ ഡോക്ടറിനൊക്കെ വിളിച്ച് ചോദിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അമ്മ ഓൾറെഡി റെഡിയായി. അമ്മ പിന്നെ അവിടെയാണ് വർക്ക് ചെയ്യണതും. റെഡിയായി അനിയത്തിയും ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ പോയി. അങ്ങനെ ആ സമയത്താണ് പെട്ടെന്ന് ഇതുപോലെ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞ് എനിക്ക് വൊമിറ്റ് ചെയ്യണം, ബേസിൻ എടുക്കാൻ പറഞ്ഞു. അപ്പം എന്ന് വെച്ചാൽ അറിയാലോ, ഇപ്പൊ ഈ കുടിച്ച് ലിവറിന്റെ പ്രശ്നമുള്ളവർക്ക് എപ്പോഴും ഈ ബ്ലഡ് വൊമിറ്റിങ്ങിന്റെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് ബേസിൻ നിറച്ച് ബ്ലഡ് ക്ലോട്ട്, അതായത് ഭയങ്കര ചുമയായിരുന്നു. അപ്പം ഈ മരിക്കണതിന്റെ 4-5 ദിവസം മുന്നെയാണ് കൊണ്ടുപോയി വയറില് ലിവറില് ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലിവർ ബാൻഡ് ചെയ്തായിരുന്നു. അപ്പൊ ഈ ബാൻഡും ആ ഒരു ഫോഴ്സിലെല്ലാം പോയെന്ന് തോന്നുന്നു. സംഭവം കട്ട ക്ലോട്ടായിട്ട് ബേസിൻ ഫുള്ള് 2 ബേസിൻ നിറച്ചുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കുറഞ്ഞാലല്ലേ എടുത്തോണ്ട് പോകാൻ പറ്റൂ. പിന്നെ പപ്പ നല്ല സൈസും ഉണ്ടായിരുന്നു. അവസാനം വയറൊക്കെ നല്ല വീർത്ത്, അറിയാലോ ഇങ്ങനെ ഉള്ളവർക്കൊക്കെ അങ്ങനെയാണ്, ലിവർ വർക്കിംഗ് അല്ല. അപ്പൊ വെള്ളം കുറെ കുടിക്കാൻ പാടില്ല. പക്ഷെ എന്നാലും പപ്പ കുറെ വെള്ളം കുടിക്കും. എന്നിട്ട് ഇതുപോലെ കുടിച്ച് ബേസിലങ്ങ് ഛർദ്ദിച്ച്, 2ാമത്തെ ഛർദ്ദിലും കൂടെ ആയപ്പോഴത്തേക്കും അങ്ങ് വീണ് അവിടെ അമ്മ അവിടെ ഇരുത്തി. അമ്മയും അപ്പച്ചനും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. അവന്റെ അച്ഛൻ പറഞ്ഞു മരിക്കാൻ പോവാണ്, അപ്പച്ചനെ കാണണം. അപ്പം അവിടെ ഇരുന്നിട്ട് അപ്പം പറഞ്ഞു ഞാൻ ഇനി അധികം ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പെട്ടെന്ന് സംസാരിക്കാൻ വലുതായിട്ട് പറ്റൂല, എന്നാലും പറ്റണ പോലെയാണ് സംസാരിക്കണം. എനിക്ക് പപ്പയെ കാണണം, പപ്പ എന്നാണ് വിളിക്കണം എന്റെ അപ്പച്ചൻ. അപ്പം അമ്മയുടെ അച്ഛനാണ്, എന്റെ അമ്മയുടെ അച്ഛനാണ്. പപ്പയുടെ അച്ഛനും കൊച്ചിലെ മരിച്ചു പോയതാണ്. അപ്പം അമ്മ കൂടെ അല്ല താമസിക്കണം. അപ്പം ഇതുപോലെ അപ്പച്ചന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പപ്പ ഞാൻ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് ക്ഷമിക്കണം, എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും വെക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇത്രയും പറഞ്ഞ് ഇത്രയും പറഞ്ഞു. എന്നിട്ട് പപ്പ അപ്പൊ തന്നെ ഇങ്ങനെ പോയി. അപ്പം കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോയി. അപ്പം എന്റെ അനിയത്തി തട്ടി മുഖത്തിങ്ങനെ തട്ടിയപ്പോഴും കണ്ണ് ഉറക്കണില്ല, ആള് ഫുള്ള് പോയി സംഭവം. പക്ഷെ പൾസൊക്കെ പോയി. പക്ഷെ എന്നാലും എനിക്കൊന്ന് കണ്ണടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എന്റെ അനിയത്തിയാണ് ഇച്ചിരി വെള്ളം കൊടുത്ത് അപ്പൊ തന്നെ എന്റെ അമ്മയടുത്തും പറഞ്ഞു ഞാൻ മരിക്കാൻ പോവാൻ എനിക്ക് പറ്റൂല, അങ്ങനെ എന്തോ ചെറുതായിട്ട് അതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞു. അതോടെ തന്നെ ആള് പോയി.
അത്ര തന്നെ. അപ്പം ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു 1 മന്ത് കഴിയും. ഞാൻ പിന്നെ അധികം ഞാൻ അവിടെ നിർത്തിയില്ല, കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവള് വിഷമിക്കും എന്നല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അവിടെ നിർത്താൻ തോന്നിയില്ല. പിന്നെ ഇവള് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവളെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇപ്പൊ ഒന്ന് പിന്നെ എല്ലാരും ഉള്ളപ്പം അമ്മയ്ക്കും ഒരു സന്തോഷമാണ്. കാരണം എത്രയൊക്കെ പറഞ്ഞാലും പക്ഷെ അവര് തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെയാണ്. എത്ര കുടിക്കും, സാധാരണ ഈ കുടിയന്മാരും ഇത് തമ്മിൽ വലുതായിട്ട് കാണൂല ഭയങ്കര. പക്ഷെ പപ്പയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, കുടിച്ചിട്ട് ഇതാണെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, പപ്പയ്ക്കും തിരിച്ച് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കുടിച്ചിട്ട് വന്നാലും സൗമാന്ന് വിളിക്കുമ്പോൾ അമ്മ അവിടെ അലിഞ്ഞങ്ങ് വീഴും എന്നുവെച്ചാൽ അത്ര ഇഷ്ടമാണ്. അപ്പം അമ്മയ്ക്കോ താങ്ങാനൊന്നും പറ്റിയില്ല. അമ്മയാണെങ്കിൽ ഈ അവസരം ഭയങ്കര സീനായിരുന്നു അന്ന്. അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് അമ്മ താമസിക്കുന്നത്. അപ്പം പിന്നെ അവർക്ക് എല്ലാവരും ഉണ്ട്, ഒരുമിച്ചുണ്ട്. പിന്നെ എനിക്കും പെട്ടെന്ന് അമ്മേനെ ഇട്ടിട്ട് വരാൻ പറ്റൂലല്ലോ. അപ്പം നമ്മൾ കുറെ ഞാൻ അവിടെ നിന്നായിരുന്നു, കുറച്ച് ദിവസം അവിടെ നിന്ന്. അനിയത്തി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഉള്ളപ്പോൾ കുഴപ്പമില്ല, കാരണം രാവിലെയൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ വന്നും പോയൊക്കെ നിൽക്കും. ഭയങ്കര രാത്രി ആകുമ്പോഴത്തേക്കും ഇവര് മേളത്തെ റൂമിലാണ് ഇവരുടെ റൂം. അപ്പൊ മേളിലോട്ട് വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒരുമാതിരിയാണ്. അപ്പൊ പിന്നെ മെയിൻലി ഇപ്പൊ ഞങ്ങൾ കട്ടിലൊക്കെ എടുത്ത് താഴെ ആക്കി, കാരണം മേളോട്ട് അങ്ങനെ കയറണ്ടല്ലോ. കാരണം അമ്മയ്ക്ക് തന്നെ അറിയാം. അപ്പൊ ഫസ്റ്റ് ദിവസമൊക്കെ ആണെങ്കിൽ ഉറങ്ങൂല, ഈ ഞെട്ടി എണീക്കും. ഞെട്ടി എന്തൊക്കെയോ അമ്മ എന്നെ പറഞ്ഞിട്ട് എണീക്കണതാണ്. 2 ദിവസം ഉറങ്ങിയില്ല, 2-3 ദിവസം അങ്ങനെയായിരുന്നു. എപ്പോഴൊക്കെയോ ഇങ്ങനെ ഞെട്ടി എണീക്കണം, ആർക്കും ഉറക്കമില്ല, ഞെട്ടി എണീക്കും, അങ്ങനെയൊക്കെയാണ്. മദ്യപാനം നല്ലതാണ് കുറച്ച് ആവശ്യത്തിനായ, അനാവശ്യമായിട്ട് നമ്മളൊരിക്കലും ലഹരിക്ക് അടിമയാകല്. നമ്മുടേതായിട്ട് ലഹരി എന്ന് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ലഹരി കണ്ടെത്താൻ പറ്റും. ഇപ്പൊ ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ടുള്ള വിഷമാണ്. അത് അമിതമായി കഴിഞ്ഞതിന്റെ അപ്പുറമാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട് വളർന്നിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഇപ്പം നമ്മുടെ മേഘയുടെ ലൈഫിലും കൂടി ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതായിപ്പോയി, ഈ മദ്യപിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ. പിന്നെ ഇപ്പൊ ഒരിക്കൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പം എന്തൊക്കെ നമ്മൾ ഒരു അമിതമായി കഴിഞ്ഞാൽ വിഷമാണെന്ന് പറയും പോലെ ഈ ഛർദ്ദിച്ചാണ് അവളെ അച്ഛൻ മരിച്ചത് തന്നെ. കാരണം ഈ മദ്യപാനത്തിന്റെ ഇതാണ്. ഈ കരളെല്ലാം പോയി. വേണ്ട കേസ്, ചുമ്മാ കുടിക്കുന്ന കുഴപ്പമില്ല, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. മാത്രല്ല ഈ കുടിക്കണവരെ ഫാമിലി ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. വലുതായിട്ട് ആർക്കും വില കാണത്തില്ല, കാരണം ഓൾറെഡി കുടിയന്മാരെ വിലയില്ല. അത് ഓക്കെ, അവരുടെ ഫാമിലി ആൾക്കാരെ ആയാലും വിലയില്ല. ഇപ്പൊ പണ്ട് നമ്മുടെ ബന്ധുക്കളുടെ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തന്നെ അവർക്കൊരു നാണക്കേടാണ്. കാരണം ഒരു കുടിക്കുന്ന ആളുടെ ഒരു മോളാണ്, മനസ്സിലായില്ലേ? കുടിക്കുന്ന ആരുടെ മോള്, കുടിക്കുന്ന ആരുടെ ഭാര്യ. അപ്പം അവർക്ക് പ്രത്യേകിച്ച് ഒരു നാണക്കേടാണ് അവർക്ക് പറഞ്ഞു ഇതാക്കി കൊടുക്കുക. ഇപ്പൊ ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, നാണക്കേടാണ്. അപ്പൊ സൊസൈറ്റി അങ്ങനെയാണ്. അപ്പം നമ്മളും വിചാരിക്കും, നമുക്ക് ഒരു കോൺഫിഡൻസ് കാണൂലേ. ഇപ്പൊ നമ്മളൊരു പുറത്ത് ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, എന്നുവെച്ചാൽ നമ്മളൊന്ന് ഒരുങ്ങി പോകുമ്പോ തന്നെ നമ്മൾ വിചാരിക്കും, നമ്മളെ എത്ര ഇതാക്കിയാലും ആൾക്കാർ കുടിയന്റെ ഇതല്ലേ എന്നേ അവർ നമ്മൾ കാണുള്ളൂ. അപ്പൊ നമ്മുടെ കോൺഫിഡൻസിനകത്ത് പറഞ്ഞാൽ അവിടെ പോവും, കുടിയന്റെ ഇതല്ലേ. കാരണം പപ്പ കുടിക്കാതെ ഇരിക്കുന്ന സമയത്തായാലും ആൾക്കാരത് കുത്തി നീ കുടി നിർത്തിയ കുടി മറ്റേ കുടിയല്ലേ മക്കളല്ലേ, അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പം ഈ പറയണവർക്ക് അവിടെ പറഞ്ഞാൽ മതി, മനസ്സിലായില്ല? നമ്മൾ നാണക്കേട് ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇതിലൊക്കെ വന്ന ശേഷമാണ് ഇപ്പം ബന്ധുക്കൾക്കൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ചേട്ടന് ശ്രദ്ധിച്ചിട്ടില്ലേ? ബാക്കിയുള്ള അടുത്ത് പരിചയപ്പെടുത്താനൊക്കെ ഭയങ്കര കാര്യമാണ്. ഇവളാണ് കെട്ടിയേക്കുന്നത്, ഇവൻ അതാണ്, അവൾ ഇതാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പണ്ടെന്ന് വെച്ചാൽ നേരെ തിരിച്ചായിരുന്നു. ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പോലും നാണക്കേടാണ്, മനസ്സിലായില്ലേ? കുടിയന്റെ അങ്ങനെ ഒരു രീതിയിലാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവളെ അമ്മ ആണ്. ഇവളെ അമ്മയുടെ തല എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇത്ര ഇങ്ങനെ മുറിച്ച് എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ആന്റിക്ക് ഉറക്കം, ആ വീട്ടിലെ വരുമാനം ആന്റിയാണ്, നേഴ്സാണ് ആന്റി. അപ്പോൾ ആ ഒരൊറ്റ വരുമാനത്തിലാണ് ആ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ അവിടെ നിന്ന് വന്നതിന് ശേഷം ഓട്ടോ ആണ് ഓടിക്കൊണ്ടിരുന്നത്. ഓടിയെങ്കിലും പുള്ളിയുടെ കാര്യം മാത്രം അങ്ങനെ നോക്കുന്ന സംഭവമാണ്. അപ്പൊ ഞാൻ പ്രഗ്നന്റ് എന്ന് അറിഞ്ഞ സമയത്ത് കുടി നിർത്തി. അതായത് ഫസ്റ്റ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ടൈമില് ഞാൻ വിളിച്ചു പറയാൻ വേണ്ടി അപ്പം പപ്പ ആ സമയത്ത് ഭയങ്കര കുടിയായിരുന്നു, അത്യാവശ്യം നല്ല ഫിറ്റ് ആയിരുന്നു. അപ്പം എന്നാലും ഞാൻ പറയണമല്ലോ, എന്റെ ഒരു ഉത്തരവാദിത്വം അല്ലേ പറയേണ്ടത്. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴും അപ്പോഴും പപ്പ കുടിച്ചിട്ട് ഫിറ്റായിട്ടൊക്കെ നിൽക്കുകയാണ്. എന്നിട്ട് പപ്പ പറഞ്ഞു, എനിക്ക് ഏതായാലും കൊച്ചിനെ കാണാനുള്ള ഭാഗ്യമൊന്നും കാണൂല എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പപ്പ മര്യാദയ്ക്ക് കൊച്ചിനൊക്കെ കാണണ്ടേ, കുടിക്കരുത് എങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമില്ല. അപ്പം പറഞ്ഞു അതൊന്നും നടക്കൂല മക്കളെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുടി നിർത്തിയ കേട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചേട്ടൻ്റെ ഷൂട്ടുള്ള സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു.
ഒരാഴ്ച എന്തോ നിന്നെന്ന് തോന്നുന്നു. ആ സമയത്ത് എനിക്ക് എന്നും കരിക്ക്, അതായത് ഒരു ദിവസം എന്നല്ല, ഒരു ദിവസം ഒരു വലിയ കൊലയായിട്ട് വരണം. ഞാൻ നോക്കിയപ്പോൾ മൊത്തം കരിക്ക്, അതായത് ഈ സമയത്ത് കരിക്ക്, കാരണം ആ സമയത്ത് എനിക്ക് വോമിറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും കഴിക്കാൻ പറ്റൂല. അപ്പോൾ കരിക്ക് കൊണ്ടുവന്ന് വലിയ കാര്യമായിരുന്നു എൻ്റെ അടുത്ത്. കരിക്ക് വെട്ടിത്തരും, വെട്ടി വെള്ളം എടുത്ത് എൻ്റെ കൈ കൊണ്ട് തന്ന് എല്ലാം, വെള്ളം എടുത്ത് മറ്റേതും സ്കൂപ്പ് ചെയ്ത് അതിനകത്തിട്ട് എനിക്ക് കൊണ്ടുതരും എല്ലാം. എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ തരും. പിന്നെ കടല അങ്ങനെ ചിലതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്നെ വിളിക്കും രാത്രി. അപ്പൊ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും എന്ത് വേണം മക്കളെ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ മറ്റേ ചിക്കൻ, നാടൻ ചിക്കൻ്റെ ഇത് വാങ്ങട്ടാ, അവരാ പാപ്പ വാങ്ങിക്കുമെന്ന് പറയും. അങ്ങനെ വിളിച്ചുകൊണ്ട് വരും, എനിക്ക് തരും, ഫുഡ് കഴിക്കാൻ തരും. ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ പപ്പ എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ്, ഭയങ്കര ഓവറായിട്ട് സ്നേഹം കാണിക്കണ ഒരു ടൈപ്പാണ്. ഭയങ്കര എപ്പോഴും ഇങ്ങനെ പുറകെ വന്ന് ഇങ്ങനെ കിടകിടാ, അതായത് ഞാൻ എന്റെ സ്വഭാവം എന്താണ് അതുപോലെ തന്നെ. വെള്ളം അടിക്കാതപ്പോ ഏതൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോ ഇങ്ങനെ പറയുമ്പോ വരുമ്പോ യൂട്യൂബറാണ്, അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് പേര് നമ്മളെ വീഡിയോസിലുള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ തോന്നുന്നു അങ്കിളുടെ ഓട്ടോയിൽ കയറിയിട്ട് ഇങ്ങനെ പറയും. അപ്പൊ അവരിങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, കുടിക്കാതിരിക്കുമ്പോ ഇതുപോലൊരു മനുഷ്യൻ വേറെ ഇല്ല. കാരണം നമുക്ക് എനിക്ക് പലപ്പോഴും എനിക്ക് ഒരു നെഗറ്റീവ് സൈഡ് പറയുമ്പോൾ നിന്റെ അച്ഛൻ തന്നെ കാരണം എനിക്ക് നെഗറ്റീവ് സൈഡ് പറയാൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ തന്നെ കുടിക്കാതിരിക്കുമ്പോ ഇതുപോലെ നല്ല മനുഷ്യൻ വേറെ ഇല്ല, വേറെ ഒരു പ്രശ്നവും ഇല്ല. എന്നാ കുടിച്ചു കഴിഞ്ഞാലാ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ്. കാരണം ഞാൻ ഉള്ള കാര്യം പറയാം, ഞാൻ ഇവിടെ ഫാദറുമായിട്ട് അത്ര ഞാൻ അടുപ്പമില്ല. ഞാൻ ഇവിടെ അമ്മയായിട്ടും അവിടെ അമ്മച്ചി അപ്പച്ച അവരൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതലും കമ്പനി അങ്കിളുടെ അടുത്ത് കാണുമ്പോൾ സംസാരിക്കുക, അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. കാരണം ഇത് കണക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സംസാരിക്കുക അധികം താല്പര്യം എനിക്കില്ല. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. കാരണം എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് കയറി ഞാൻ സംസാരിക്കാനോ ഞാൻ ഒന്നിനും ഞാൻ പോകത്തില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കും, അവളുടെ കാര്യം, അവളുടെ ഫാമിലിയിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷന് വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുമെങ്കിലും ഞാൻ അത്ര ഭയങ്കരമായിട്ട് അതുള്ള ഒരാളല്ല. അത് കാരണം ഇങ്ങനത്തെ ഒരു ഇതുള്ളത് കൊണ്ട് അത് മേക്ക് എന്നെ നല്ലപോലെ അറിയാം. ആരെങ്കിലും എൻ്റെ അടുത്തൊരു ബാഡ് രീതിയിൽ, ഞാൻ പറഞ്ഞില്ല അപ്പുറത്തുള്ള കളവേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞാൻ അവിടുത്തെ ഒരു കാര്യത്തിനോട് സംസാരിക്കാനും പോകില്ല. അവിടെ എന്തൊക്കെ വന്നാലും ഞാൻ അങ്ങോട്ട് പോകത്തില്ല. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അവസാന നിമിഷം ഞാൻ ഇപ്പൊ ഇവള് പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ഞാൻ കുറച്ചും കൂടി അങ്കിളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കും, അങ്ങനെയൊക്കെ. പിന്നെ അവസാന നിമിഷം ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. സംഭവം വെച്ചാൽ നമ്മള് ലാസ്റ്റ് സമയത്ത് ആയപ്പോഴത്തേക്കും നല്ല സീരിയസ് ആയി. കാരണം അതായത് ഇതിന് മുന്നേ, അതായത് ഓൾറെഡി ഹോസ്പിറ്റലിൽ ഒരു മാർച്ചൊക്കെ ആയപ്പോഴത്തേക്കും ലാസ്റ്റായിട്ട് കുടിച്ച് വയ്യാണ്ടായി, ഫുഡ് കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായി. അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അന്നേ ആള് പോകും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഒട്ടും വയ്യ, നോർമലി കാണുന്ന പോലെ അല്ലായിരുന്നു ആള്, ഒട്ടും വയ്യായിരുന്നു. പക്ഷെ കൊണ്ടുപോയി ഒരാഴ്ച HCU കിടന്നു, 2 ആഴ്ച വാർഡിൽ എന്തോ കിടന്നു, എന്നിട്ടാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പം ഇത്രയും റിക്കവർ ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ പപ്പയ്ക്ക് എന്ന് വെച്ചാൽ ഏതായാലും കുടിക്കും ശരിയാവും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അമ്മ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടിടും, ശരിയാക്കി കൊണ്ടുവരും. അതും ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും പോകില്ല, പ്രൈവറ്റിലേ പോവുള്ളൂ, അമ്മയുടെ അവിടെ പോവുള്ളൂ. കാരണം ആ ഒരു കെയർ അതും ശരിയാണെന്ന് വെച്ചാൽ ഇത്രയും വർഷം അമ്മ അവിടെ വർക്കും ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ അറിയാം. അപ്പൊ ആ ഒരു കെയറിങ് നമുക്ക് അവിടെ നിന്ന് കിട്ടും, സ്പെഷ്യൽ ഒരു അറ്റൻഷൻ അവിടെ നിന്ന് കിട്ടും എന്ന് പപ്പയ്ക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പപ്പ അവിടെ പോവുള്ളൂ, അമ്മയെ അവിടെ കൊണ്ടുപോയിട്ടുള്ളൂ. അമ്മ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. നമ്മളെ വലിയ പൈസ ഉള്ള ആൾക്കാരൊന്നും അല്ല. പലരും മീഡിയയിൽ ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, എന്തോ ചേച്ചിയുടെ ലൈഫ് ഭയങ്കര സുഖമാണ്, അടിപൊളിയാണെന്ന്. പക്ഷെ അവള് ലൈഫിൽ അവളെ കൊച്ചിലെ തൊട്ട് ഇതുവരെയുള്ള ഒരു ഇതില് ജേണിയില് അവിടെ അനുഭവിച്ചതിന്റെ അത്ര ഒരു ഇത് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. എന്റെ കൺഫ്രണ്ടില്, എന്റെ കൺമുമ്പിൽ അത്ര അനുഭവിച്ചു വീഡിയോ കാണുന്നവര് തന്നെ കാണും, ഇങ്ങനത്തെ ഉള്ള വീടുകളിൽ ഉള്ളവർ കാണും. അപ്പൊ അവക്ക് ഇത്തിരിയെങ്കിലും ഒരു ഇത് കിട്ടിയത് ഞാൻ ഇവിടെ എന്റെ ഇതിൽ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും മേഘനെ പിടിച്ച ഒരു കാര്യത്തിൽ ഞാൻ വെച്ചില്ല, മേഘ നിനക്ക് ഇഷ്ടമുള്ള നീ ചെയ്യും, നിന്റെ ലൈഫാണ്, നീ നിന്റെ ലൈഫിൽ നിന്റെ അച്ഛന്റെ സിറ്റുവേഷൻ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നീ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക, ലൈഫ് ഒന്നേ ഉള്ളൂ, അപ്പൊ മാക്സിമം നമ്മള് ലൈഫ് അടിച്ചു പൊളിക്കണം എന്നുള്ള ഇതിലാണ് അവള്. ഈ ഒരു ഇതിലൊക്കെ വന്നതിന് ശേഷമാണ് അവള് കുറച്ചും കൂടി ഒന്ന് ഹാപ്പി ആയത്. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അയ്യോ ചേച്ചി ഭയങ്കര ഇതാണല്ലോ എന്നുള്ള ഒരു ഇതല്ല. കാരണം അവരുടെ ലൈഫിൽ കഷ്ടപ്പാട്. കാരണം അവളുടെ അമ്മയുടെ ഒറ്റ വരുമാനത്തിലാണ് അവളുടെ ആ വീട് ഫുള്ള് കഴിഞ്ഞുകൊണ്ടിരുന്നതും, അച്ഛന്റെ ചിലവ്. ആരും ബന്ധുക്കൾ ആരും ഈ ഞാൻ പറഞ്ഞില്ലേ കുടിച്ചു കിടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ആരും ഹെൽപ്പ് ചെയ്യാനോ കാണാനോ അങ്ങനെ ആരും വരത്തില്ല. അമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒപ്പയ്ക്ക് ലാസ്റ്റ്. അപ്പയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു ഭാര്യനെ കിട്ടിയത്, സത്യം. അപ്പൊ എത്രയോ പേര് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞൂടെ, എന്തിനിങ്ങനെ സഹിച്ചുകൊണ്ട് നിക്കണം എന്നൊക്കെ. അപ്പൊ അമ്മ പറയും പോട്ടെ, നമുക്ക് ഈ ജന്മം നമുക്ക് എനിക്ക് ഏതായാലും ഭർത്താവായിട്ട് കിട്ടി. ഇനി ഞാൻ കളഞ്ഞിട്ട് പോയാലും വേറൊരു കാര്യം വെച്ചാൽ അമ്മ ഇനി കളഞ്ഞിട്ട് പോയെന്ന് വിചാരിച്ചോ,
പപ്പ പിറകെ പോവും, സൗമ സൗമ എന്ന് വിളിച്ച് പിറകെ പോവും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്, ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ ഞാൻ അന്ന് വീട്ടിൽ പോകുമ്പോഴും ഭയങ്കര കാര്യമാണ്. നമുക്ക് ഇതുപോലെ ചിലർക്ക് വീട്ടിൽ മറ്റേ അച്ഛനാണ് ഉമ്മ കൊടുക്കൂല അങ്ങനെയൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനേ ഇല്ല. എന്നുവെച്ചാൽ ഞാൻ അവിടെ പോവും, ആ സമയത്ത് എനിക്ക് വയറൊന്നും വലുതായിട്ടില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ, പ്രഗ്നൻസി തുടങ്ങിയ സമയമായിരുന്നു. അപ്പം മടി വന്ന് കിടക്കും, എപ്പോഴും അങ്ങനെ തന്നെ മടി വന്ന്, കാരണം ഞാൻ വല്ലപ്പോഴല്ലേ അവിടെ പോകണുള്ളൂ. അപ്പം മടി വന്ന് കിടക്കും. കഷണ്ടി തലയാണ്, അപ്പം ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കാം, ഞാൻ ഇങ്ങനെ 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 ചെയ്ത് കൊടുക്കും. കഷണ്ടി തലയായോണ്ടേ ഇങ്ങനെ നല്ല രസമാണ്, ഭയങ്കര സോഫ്റ്റ് ആണ് തലയൊക്കെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പറയും, ആൺകൊച്ചാണെങ്കിൽ സൂക്ഷിക്കണം, ഈ കാലത്ത് വളർത്തിക്കൊണ്ടുവരാൻ ഭയങ്കര പാടാണ് എന്നൊക്കെ പറഞ്ഞ് പപ്പയ്ക്ക് പെൺകൊച്ചിനെയാണ് ഇഷ്ടം. അപ്പം പെണ്ണാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് പാങ്കൊച്ചാണെങ്കിൽ പാടായിരിക്കും, വളർത്തിക്കൊണ്ടുവരാനൊക്കെ നോക്കണം, സൂക്ഷിച്ച് വളർത്തണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യം പ്രസവിക്കട്ടെ, കൊച്ചു വന്നോട്ടെ, എന്നിട്ട് നമുക്ക് ആണാനെ പെണ്ണാണ് അതുപോലെ വളർത്താം എന്നിങ്ങനെ ഞാൻ പറയുമായിരുന്നു. അപ്പം ഭയങ്കര കാര്യമാണ്, എപ്പോഴും വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ച് ആൾക്കട്ട പോലെ വരണ ഒരു ടൈപ്പാണ്. ഇപ്പൊ മരിക്കാനായിരുന്ന സമയത്തും എന്നുവെച്ചാൽ നമ്മൾ അറിയാലോ ദേഹമൊക്കെ നല്ല തണുക്കും. അപ്പൊ അത്യാവശ്യം തണുത്ത്, പക്ഷെ നെറ്റിന്റെ അവിടെ മാത്രം നല്ല സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നിയതാണെന്ന് അറിഞ്ഞൂടാ, അവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ എന്നുവെച്ചാൽ ഇപ്പോഴും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇനി നമുക്ക് അവരെ തൊടാനും ഒന്നും പറ്റൂലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊടുമ്പോ തന്നെ ആ ഒരു ഫീല് നമുക്ക് ഇപ്പോഴും കിട്ടും. ഞാനിപ്പോ ഇത്രേ പറയുന്നുള്ളൂ ഗൈസ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ കാണും, പല പ്രായത്തിലുള്ള ആൾക്കാർ കാണും. അപ്പോൾ മദ്യപിക്കണ്ട എന്ന് പറയാൻ ഞാൻ ആരുമല്ല, നിങ്ങളെ ചോയ്സ് ആണ്. പിന്നെ ഞാൻ എൻ്റെ മുന്നിൽ കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പം മേഘയുടെ അച്ഛൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ ഫാമിലീസ് വെള്ളം അടിച്ചിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ, പല ലഹരിക്ക് അടിമപ്പെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കൊച്ചു ചെറുക്കന്മാർ നമ്മളെ വീടിൻ്റെ കുറച്ചപ്പുറത്തുണ്ട്. അച്ഛനെ അമ്മേനെ അടിക്കണവന്മാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ മദ്യം സർക്കാരിൻ്റെയാണ്, അതിപ്പോൾ നമുക്ക് എടുത്ത് കളയാൻ പറഞ്ഞാൽ അത് പറ്റൂല. എല്ലാം ഒരു പരിധി വിടലും, അത്രേ ഉള്ളൂ. കാരണം നിങ്ങൾ ഒരാൾ കാരണം നിങ്ങളെ ഫാമിലിക്ക് ഫുള്ളായിട്ട് അത് ബാധിക്കും. അത് ഒരാളെ അല്ല, നിങ്ങൾക്ക് മാത്രമല്ല, അതിൻ്റെ ബാക്കി ആഫ്റ്റർ എഫക്റ്റ് എല്ലാം നിങ്ങളെ ഫാമിലി ഉള്ളവർക്കും ബാധിക്കും. നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, വാളെടുത്തവൻ വാളാലെന്നുള്ള. നമ്മളിപ്പോൾ എന്ത് ചെയ്തിരുന്നാലും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ആ പ്രവൃത്തിക്കുള്ളത് നമുക്കത് കിട്ടുള്ളൂ. അതുകൊണ്ട് മദ്യപിക്കുന്നവരൊക്കെ ഒരു നമ്മളെ ബോധം പോയി കിടന്ന് ഉള്ള അതൊന്നും വേണ്ട. എല്ലാ ആവശ്യത്തിനായിക്കോ, അനാവശ്യത്തിനാവാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മൾ കാരണം ഒരാൾക്ക് നല്ലത് ഉണ്ടാവുക, നമ്മൾ കാരണം ഒരാൾ നശിച്ചു പോകാൻ ഇട ഉണ്ടാക്കരുത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരെല്ലാം അതിൽ നിന്ന് റിക്കവർ ആവാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ പലരും ചോദിച്ചപ്പോൾ നമുക്കതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ബൈ ഗൈസ്.